3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് തൃശൂർ ജില്ലയിലെ നവകേരള സദസ്സിലൂടെ പരിഹാരമായി. ചെന്ത്രാപിന്നെ മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. കനോലി കനാലിന് കുറുകെയുള്ള പാലം വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്നു. തൃശൂർ ജില്ലയിലെ കാട്ടൂർ, എടത്തിരുത്തി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മധുരംപുള്ളി പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ ശാപമോക്ഷമായത്. പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന് ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു. പാലത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തിരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. 30 വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം. നാട്ടുകാർ നിർമ്മിച്ച പാലമായതിനാൽ പഞ്ചായത്ത് രേഖകളിൽ പാലമുണ്ടായിരുന്നില്ല. നിലവിലുണ്ടായിരുന്ന പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ വെച്ച് നാട്ടുകാർ ET ടൈസൺ MLA ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത്. MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു. തുടർന്ന് ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം നടപ്പിലാക്കി. പുതുവത്സര ദിനത്തിൽ നാടിന് സമർപ്പിക്കുന്ന മധുരംപുള്ളി പാലം സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായി ശ്രമങ്ങൾ തുടരുമെന്ന് MLA പറഞ്ഞു. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നില്ല, അത് ഒഴിവാക്കേണ്ടത് ഞങ്ങളുടെ എല്ലാം കടമയാണെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ താൽക്കാലികമായി ഈ പാലം പുനർനിർമ്മിച്ചത്. 2 പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികൾ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രത്യേകിച്ചും, അപ്പുറത്ത് നമ്മുടെ കാട്ടൂർ പഞ്ചായത്താണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ ഒരൊറ്റ കൈയായി നിന്നു. തീരുമാനിച്ച അന്ന് തുടങ്ങി ഇന്ന് വരെ ഉള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി എന്നുള്ളതാണ്. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പൈസയും ചിലവാക്കേണ്ടി വന്നില്ല. നമ്മൾ ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാരുള്ള സഹായവും, പിന്നെ നമുക്ക് ഒരു സഹായം ധനലക്ഷ്മി ബാങ്ക് സഹായിച്ച ഒരു സംഖ്യ 50,000 രൂപ, അത്രയുള്ള കാര്യങ്ങളെ ഇവിടെ വേണ്ടി വന്നുള്ളൂ. ജനുവരി 1-ാം തീയതി രാവിലെ 9-ന് നടക്കുന്ന ചടങ്ങിൽ നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും. കൈരളി ന്യൂസ്, തൃശൂർ.